സ്വാന്തനം, വാനമ്പാടി, ആകാശദൂത് എന്നീ സീരിയലുകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മികച്ച സംവിധായകൻ ആദിത്യൻ നമ്മോടൊപ്പം ഉള്ളത്. ആദിത്യന്റെ ഭാര്യയായ രോണുവാണ്. രോണു, നമസ്കാരം. എല്ലാ സെറ്റിലും ആദിത്യനും രോണു സന്തോഷകരമായി പോകുന്നു, സന്തോഷകരമായി ജീവിതം ചെലവഴിക്കുന്നു. പിന്നീട് രോണുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്തായിരുന്നു? അതായത് നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ വന്നു. ആ മൂന്നാമത്തെ വ്യക്തി ആരായിരുന്നു? അതൊരു ലേഡി ആയിരുന്നു, ബിഗ് ബോസ് താരമായിരുന്നു. പേര് പറയാം. ദേവി, ഇതെന്റെ കുടുംബം ഇല്ലാതാക്കല്ലേ എന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ടോ രോണു? അവക്ക് എന്ത് നഷ്ടപ്പെടാനാ കുടുംബത്തില്? ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു. അതിനുശേഷം ഞങ്ങൾക്ക് പ്രശ്നങ്ങളാണ്. ഇവക്ക് ഭ്രാന്താന്ന് പറഞ്ഞ ആളുകളുണ്ടോ? എന്നെ ഭ്രാന്താശുപത്രി കൊണ്ടുപോയി. കഴിഞ്ഞൊരു ചിലങ്ക ഇന്റർവ്യൂ ചെയ്തപ്പോ ഒരു ഡയറക്ടറിന്റെ ഒരു വിഷയം വന്നില്ല. ഒരു ഡയറക്ടറെ തല്ലി ഒരു ആർട്ടിസ്റ്റ് തല്ലിയെങ്കിൽ അതിന് തക്കതായ റീസൺ കാണും. ചിലങ്കയോടെ ഇന്ന് രോണു തീർച്ചയായിട്ടും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സീരിയൽ ടൂടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. സ്വാന്തനം, വാനമ്പാടി, ആകാശദൂത് എന്നീ സീരിയലുകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മികച്ച സംവിധായകൻ ആദിത്യൻ തന്റെ മരണത്തിൽ എല്ലാവരും വിഷമിച്ചു. ആ ഒരു സംവിധായകൻ എന്ന പദവിയെ ആളുകൾ മരണത്തിന് ശേഷം ഓരോ ദിവസങ്ങളായി ഇല്ലാതാക്കുന്നു. ഈ വേദനകളെല്ലാം സഹിച്ച് ഇന്ന് ജീവിക്കുന്ന അവസ്ഥകളെയും പറയുവാനായി നമ്മോടൊപ്പം ഉള്ളത് ആദിത്യന്റെ ഭാര്യയായ രോണുവാണ്. രോണു, നമസ്കാരം. നമസ്കാരം. രണ്ട് മതത്തിൽപ്പെട്ട ആളുകൾ സ്നേഹിക്കുന്നു, വിവാഹം ചെയ്യുന്നു. ഒളിച്ചോട്ടം തന്നെ പറയാം അല്ലേ? തീർച്ചയായിട്ടും ഒളിച്ചോടി തന്നെയാണ്. ഒരു മികച്ച സംവിധായകൻ. പക്ഷെ ജീവിതത്തിൽ എന്തെങ്കിലും സംവിധാനമല്ലാതെ പണം കൊണ്ടോ വീട് കൊണ്ടോ നേടിയോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? സമ്പത്തും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങള് ഭാര്യ, നല്ല 2 കുഞ്ഞുങ്ങൾ, ഇത് മാത്രമായിരുന്നു ആദ്യത്തിന് ഉണ്ടായിരുന്നത്. ഈ പ്രണയവിവാഹത്തിലോട്ട് തുടക്കം കുറിക്കുന്നത് എങ്ങനെയായിരുന്നു? ആരായിരുന്നു? ചേട്ടൻ എനിക്കൊരു 17-18 വയസ്സുള്ള സമയത്ത് ഒരു തമിഴ് സിനിമ ചെയ്യാനിരുന്നു. അതില് എന്റെ അനിയത്തിയെ നായികയായിട്ട് കാസ്റ്റ് ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ ഫോട്ടോഷൂട്ടിന് പോയിരുന്നു. അപ്പൊ ചേട്ടന്റെ മനസ്സിൽ അന്ന് മുതൽ ഒരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം തന്നെയായിരുന്നു ആഗ്രഹം. അങ്ങനെ എന്നെ കണ്ടു, പരിചയമായി, ഞങ്ങളത് പ്രണയത്തിലേക്ക് കൈമാറി. അന്ന് ഈ സീരിയലുകളൊക്കെ ചെയ്ത് മികച്ചൊരു സംവിധായകനായിരുന്നു ആദിത്യൻ? അന്ന് ചെയ്തിരുന്നില്ല. അന്ന് ചെയ്ത അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്ന സിനിമയില്. അതിനുശേഷമാണ് ഡയറക്റ്റ് ഒരു സിനിമയിലേക്ക്, തമിഴ് സിനിമ തന്നെയാണ്. അത് ജസ്റ്റ് എന്തോ ഒരു കാരണം കൊണ്ട് അത് നടന്നില്ല. ഈ ആദിത്യന് പെൺകുട്ടിയായ രോണുവിനെ ഹിന്ദുമതത്തിൽ നിന്ന് കെട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇവിടെ വീട്ടിലൊരു ക്ലാഷ് വന്നപ്പോഴാണ്, ഒളിച്ചോട്ടത്തിനൊരു അവസ്ഥ വന്നപ്പോഴായിരുന്നു. ഒളിച്ചോട്ടത്തിന് അവസ്ഥ ഒന്നും വീട്ടിൽ ഞാൻ ഈ പ്രണയം പറഞ്ഞിരുന്നില്ല. പക്ഷെ വീട്ടില് കല്യാണാലോചന വന്നപ്പോഴത്തേക്കും, രോണുവിന്റെ വീട്ടിൽ, എന്റെ വീട്ടിൽ കല്യാണാലോചന വന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെ എന്റെ സ്വന്തം തീരുമാനത്തില് വീട്ടിൽ നിന്ന് ഇറങ്ങി. ആ തീരുമാനം എപ്പോഴെങ്കിലും തെറ്റായി പോയെന്ന് തോന്നുന്നുണ്ടോ രോണു? ഒരിക്കലും ഇല്ല. ഒരിക്കലും ഇല്ല. കാരണം പിന്നീട് എന്റെ വീട്ടുകാർക്ക് എന്നെക്കാളും കൂടുതൽ ഇഷ്ടം എന്റെ ചേട്ടനെയായിരുന്നു. ഞാൻ കേട്ടൊരു കാര്യമുണ്ട്, തുടക്ക സമയത്ത് എല്ലാ സെറ്റിലും ആദിത്യനും രോണു സന്തോഷകരമായി പോകുന്നു, സന്തോഷകരമായി ജീവിതം ചെലവഴിക്കുന്നു. പിന്നീട് രോണുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തായിരുന്നു? അതെ, ഞാൻ എല്ലാ സെറ്റിലും പോയിരുന്നു. ഒരു സീരിയൽ സെറ്റില് ചേട്ടൻ കോൺട്രാക്ടറായിട്ട് എടുത്ത് വർക്ക് ചെയ്തിരുന്നു, പ്രൊഡ്യൂസർ ലെവലില്. അതിന് ഫുഡ് പോലും എനിക്ക് വീട്ടിൽ ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. 3 നേരം വീട്ടിൽ ചേട്ടൻ ലൊക്കേഷനിൽ ഫുഡ് കൊടുത്തു വിടും. അങ്ങനെ അടിച്ചു പൊളിച്ച് ഒരു വർഷം അങ്ങനെ പോയി. അടുത്ത വർക്ക് പോയി, എല്ലാ സെറ്റിലും പോകും. നമ്മള് ഇടയ്ക്ക് വല്ലപ്പോഴും ടൂറിന് പോകാറുണ്ട്. പിന്നെ ഞങ്ങളുടേതായ ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ വഴക്കുകളും പിണക്കങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കുടുംബത്തിലുള്ളതുപോലെ തീർച്ചയായിട്ടും. അത് ചിലവരത് മുതലെടുത്തിട്ടുണ്ട്. അതിനിടയിൽ ഞങ്ങൾക്ക് അതിനിടയ്ക്ക് ഒരു വലിയ പ്രശ്നം വന്നു തുടങ്ങി. അങ്ങനെയാണ് എനിക്കും കുറച്ച് ശത്രുക്കളായി പോയത്. അത് ചേട്ടൻ്റെ ഒരു സൗഹൃദം വെച്ചിട്ട്, ചേട്ടൻ കുറച്ച് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണ്. കുറച്ച് സാമ്പത്തികമായി സഹായിച്ചു തുടങ്ങി. ആ സഹായം ഒരു സ്ത്രീ മുഖേനയാണ് തുടങ്ങിയതും. അത് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നങ്ങൾക്കൊരു തുടക്കം തന്നെ എന്ന് പറയാം. അതായത് നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ വന്നു. ആ മൂന്നാമത്തെ വ്യക്തി ആരായിരുന്നു? അതൊരു ലേഡി ആയിരുന്നു, ബിഗ് ബോസ് താരമായിരുന്നു. പേര് പറയാം.
സ്ത്രീ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു. അതിനുശേഷം ഞങ്ങൾക്ക് പ്രശ്നങ്ങളാണ്. കുറച്ച് നാൾ മിണ്ടാതിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴും രോണു ആ വ്യക്തി കാരണമാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് രോണു ഈ തറപ്പിച്ച് പറയാൻ കാരണം എന്താണ്? കാരണം അതിന്റെ ഇടയിൽ ഞങ്ങൾക്കിടയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. നമുക്ക് ഭാര്യ ഭർത്താവും കുറച്ച് എന്താ പറയുക, കുറച്ച് ആ ഒരു സൗഹൃദത്തിന് നമുക്ക് ഇഷ്ടപ്പെടില്ല. അതിന്റെ പേര് ഭാര്യ നമ്മൾ വഴക്കുണ്ടാക്കും. അത് നമുക്ക് എനിക്കതിന് കറക്റ്റ് അറിയില്ല പറയാൻ. അതിന്റെ പേര് വഴക്ക് തുടങ്ങി. എനിക്ക് അതിനെ പറ്റി കുറച്ച് നാൾ മാറി നിൽക്കേണ്ടി വന്നു. എനിക്ക് ലൊക്കേഷനിൽ കയറി ചെല്ലേണ്ടി വന്നു. അന്ന് സാന്ത്വനം സീരിയൽ നടക്കുന്ന സമയമാണ്. ലൊക്കേഷനിൽ ചെന്നപ്പോഴും അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും എനിക്ക് കംപ്ലീറ്റ് അതിലൂടെ എനിക്കും പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. എനിക്കും കുറച്ച് ആൾക്കാർ എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ പ്രശ്നക്കാരിയായി മാറി പലയിടത്തും. മറ്റുള്ളവരുടെ കണ്ണിൽ രോണു പ്രശ്നക്കാരിയായി മാറാനുള്ള സാഹചര്യം എന്തായിരുന്നു? ചേട്ടൻ്റെ കുറച്ച് സൗഹൃദങ്ങളുണ്ട്, ഈ ഫീൽഡിൽ തന്നെ ഉള്ള ചില സൗഹൃദങ്ങൾ. അവരോട് പോയി ഷെയർ ചെയ്യും, ഫാമിലി പ്രോബ്ലംസ് ഷെയർ ചെയ്തു. അതിന്റെ ഇടയിൽ എനിക്കും ചെറിയ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുണ്ട്. ഒരു ദേഷ്യക്കാരിയായിരുന്നു. ഭർത്താവിനെ അത്രമേൽ ഓവർ സ്നേഹമായി. ഞങ്ങൾ രണ്ടുപേർക്കും ഭയങ്കര സ്നേഹമാണ്, എക്സ്ട്രീം ലെവൽ സ്നേഹവും ദേഷ്യവും അങ്ങനെ തന്നെ, കരച്ചിലും അങ്ങനെ തന്നെ. അങ്ങനെ വന്നപ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാരോട് ചേട്ടൻ ഇത് ഷെയർ ചെയ്യുകയും അത് പിന്നീട് അവരെ എന്നെ ആ കണ്ണുകൊണ്ട് കണ്ടു. കാരണം ഹസ്ബൻഡിനെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്കൊരു ലേബൽ ആദ്യമേ ഉണ്ടാക്കി കിട്ടി. ഈ ആദിത്യൻ എന്ന മികച്ച സംവിധായകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടോ? അന്ന് ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഈ നെഞ്ചരിച്ചിൽ വരാറുണ്ട്, അസിഡിറ്റി പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ പല രാത്രികളിലും ചേട്ടൻ എഴുന്നേറ്റ് ഈ നെഞ്ചുവേദന വന്ന ഒരു കുപ്പി ജലൂസിൻ വരെ കഴിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി എഴുന്നേറ്റ് ഛർദ്ദിച്ചിട്ട് ബെഡിൽ നിന്ന് തന്നെ ഛർദ്ദിച്ച് ബാത്റൂമിൽ പോയി വീണ്ടും കിടക്കുമ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്നത്തെ ദിവസം ചേട്ടൻ, ഞാൻ അടുത്തുണ്ടെങ്കിലും ചേട്ടൻ നെഞ്ചുവേദന വന്നതിനെ വിളിച്ചു. അപ്പൊ എനിക്കറിയാം നോർമലി ഇത് സ്വാഭാവികമായി വരുന്ന നെഞ്ചുവേദനയാ. ആ സമയത്ത് ഒരുമിച്ചായിരുന്നു നിങ്ങൾ? അന്നൊരു ചെറിയ പിണക്കത്തിൽ ഞാൻ പുറത്തോട്ട് പോയി മാറിക്കിടന്നു പോയി. പിണക്ക് ആദ്യമായിട്ടാണ്. അതിന് ചേട്ടൻ എന്നെ ഒന്ന് വിളിച്ചു. ചേട്ടൻ ഇല്ല, ചൂടുവെള്ളം എടുത്തിട്ട് വരാന്ന് പറഞ്ഞു. അപ്പം വെള്ളം എടുക്കുന്ന സമയത്ത് മുറിയുന്ന ഒരു 3 കൃഷ്ണ കൃഷ്ണ ഒരു വിളി മാത്രം ഞാൻ കേട്ടോളൂ. ഓടി വന്നു. പെട്ടെന്ന് കൃഷ്ണമണിയൊക്കെ മേളിലിരിക്കുക. ഞാൻ വിചാരിച്ച് BP എങ്ങാണ്ട് ലോ ആയിപ്പോ എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ ചേട്ടാ എഴുന്നേക്ക്, എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല. മോൻ അപ്പോഴത്തേക്ക് ഉണർന്നു. ഞാൻ മോനെ അച്ഛനെ ഒന്ന് പിടിക്ക്, മോന് ഡ്രസ്സ് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനെ എനിക്ക് വെയിറ്റ്. അപ്പൊ മോൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഒന്ന് പിടിക്കെന്ന് പറഞ്ഞു. മോൻ ഞാൻ ചേട്ടൻ ഇങ്ങനെ കട്ടിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, ചേട്ടൻ ചാരി ടീഷർട്ട് ഇട്ട് ചേട്ടൻ മോൻ ഇങ്ങനെ പിടിച്ചോണ്ട് ചേട്ടൻ 2 ഫ്രണ്ട്സ് വന്നു. ഈ ഫ്രണ്ട്സിനെ വിളിച്ചത് എപ്പോഴാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു വലിയ ഇതായിപ്പോയി. ചേട്ടന് വേദന വന്നപ്പോ ചേട്ടാ അടുത്തുള്ള ഭാര്യയെ വിളിച്ചില്ല, ഈ ഫ്രണ്ട്സിനെ വിളിച്ചു. അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, സ്വന്തം ഭാര്യ ഇപ്പുറത്ത് കിടന്നിട്ട് ഭാര്യയെ വിളിക്കാതെ ഫ്രണ്ട്സിനെ വിളിക്കണമെങ്കിൽ അത്രമേലുള്ള പിണക്കം എന്തായിരുന്നു രോണു? ഒരു കുടുംബത്തിൽ സ്വാഭാവികമായിട്ടൊരു ഭർത്താവിനും ഭാര്യയ്ക്കും തമ്മിൽ പ്രശ്നങ്ങൾ വരും, ഇല്ലെന്നൊന്നും ആരും പറയുന്നില്ല. അങ്ങനെ പ്രശ്നങ്ങളില്ലാത്തൊരു കുടുംബവും ഇല്ല. ഒരു ഇണക്കവും പിണക്കവും ഒക്കെ സംഭവിക്കാം. പക്ഷേ അത്രയും വേദന വന്നിട്ടും തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഭാര്യയെ വിളിക്കാതെ സൗഹൃദങ്ങളെ വിളിക്കണമെങ്കിൽ അത്രമേലൊരു പ്രശ്നം ആയത്തിനുണ്ടായിരുന്നു കാണത്തില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയത് ചേട്ടൻ്റെ മരണശേഷമാണ് അതിന്റെ കാര്യം. ഓക്കെ, അങ്ങനെ സൗഹൃദങ്ങൾ വരുന്നു. സാമ്പത്തികമായിട്ട് അവരെ രക്ഷിക്കുന്നു. സാമ്പത്തികം അതിനനുസരിച്ചുള്ള തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അന്നത്തെ ദിവസം നടന്നതുപോലും. പക്ഷെ പുറത്തൊക്കെ ഞാനാണ് എന്താ പറയുക, അത് 2 കാറുണ്ട്, കാറ് കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. ഞാൻ മൈൻഡ് ചെയ്തില്ല, തിരിഞ്ഞു നോക്കിയില്ല. എന്നിട്ട് ആ ചേട്ടൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നപ്പോ പട്ടിയും കുറിച്ചു. വീട്ടിൽ പട്ടിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ആരാ വന്നേന്ന് നോക്ക്, എത്ര പെട്ടെന്ന് ആരാ വന്നേന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ്റെ 2 ഫ്രണ്ട്സ് വന്നു. ചേട്ടൻ്റെ സ്റ്റുഡിയോയിലുള്ള 2 ഫ്രണ്ട്സ്. അപ്പം ഈ ബാലൻസ് വിട്ട് ചേട്ടൻ ഫ്രണ്ടിലോട്ട് മറിഞ്ഞു. ഇവര് കാണുന്നത് ഫ്രണ്ടിൽ മറിഞ്ഞിട്ട് ഞാൻ മൈൻഡ് ചെയ്യാതിട്ടേക്കുന്നത്. അത് എനിക്കൊരു നെഗറ്റീവ്. സാക്ഷികളൊന്നും എന്റെ മകനാണ് എന്റെ സാക്ഷി. അവർ വന്നിട്ട് ഈ നമ്മൾ ഒരാൾ താങ്ങി നിർത്തുമ്പോൾ ഒരു ബലം പിടുമ്പോഴത്തേക്കും ഒന്ന് മുമ്പോട്ടും മറിയില്ലേ? ഈ മുമ്പോട്ട് മറിഞ്ഞതും അവർ വന്നതും ഒരേ കണക്കാ. അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതിനുശേഷം
അവര് ആ 4 പേരുണ്ടായിരുന്നു. ചേട്ടനെ പൊക്കിയെടുത്ത് കാറിൽ കൊണ്ടുപോയി. പിന്നീട് വന്നത് ആദിത്യന്റെ കാറിൽ കയറ്റിയപ്പോ ഭാര്യ വരാൻ മടിച്ചു. ഞാൻ 2 കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കുക. ഞാൻ ഇവരുടെ കൂടെ കയറി ഇരുന്നില്ല. ഇതെല്ലാം നെഗറ്റീവ്. മരണശേഷം ഒരു വേറൊരു ഡയറക്ടർ, പേര് ലാസ്റ്റ് പറയാം, ഒരു യൂട്യൂബ് ചാനലിൽ കൊടുത്തേക്കുന്നത് ഞാൻ ആദിത്യന്റെ 2ാം ഭാര്യയാണെന്ന്. എങ്ങനെ 2ാം ഭാര്യ? ഇവരെല്ലാം കൂടെ നിന്നയാണല്ലോ. ആദിത്യൻ സങ്കടപ്പെട്ട കേൾക്കാൻ നിന്നവർക്ക് എങ്ങനെ ആദിത്യനെ മോശമാക്കാൻ പറ്റി? 2ാം ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് മോശമില്ല, ആദിത്യനെ അവർ നോക്കണ്ടേ? എനിക്ക് മോശമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒന്നുമില്ല. കൂടെ നിൽക്കുന്ന കൂട്ടുകാരനെ കുറിച്ച് തന്നെ പറയുകയാണ്. അപ്പം ആ ക്യാരക്ടറിന് മോശമൊക്കെ അല്ലേ അവർ ചെയ്തത്. 2ാം ഭാര്യ, അതിന്റെ ആ ഡയറക്ടർ, എനിക്ക് അർജുനറിയാം. കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോ ഒരു ഡയറക്ടറിന്റെ ഒരു വിഷയം വന്നില്ലേ, TS അജി ആളാണ് ഇടപെട്ടത്. ആളും സംവിധായകൻ അനിയൻ ഒരു വ്യക്തിയുണ്ട്. പുള്ളിയോട് ചേർന്നാണ് ഇങ്ങനെ ചേട്ടൻ്റെ അന്നത്തെ ദിവസം അക്കൗണ്ടിൽ ബാലൻസ് എത്ര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇതൊക്കെയാണ് ലൈവിൽ കൊടുക്കുക. ലൈവ് കൊടുത്തെന്ന് പറഞ്ഞാൽ ആ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ശാന്തി വിള ദിനേശ് പുള്ളിക്കാണ് കൊടുത്തിരുന്നത്. ഞാനിതൊന്നും പോയി പ്രശ്നം ഉണ്ടാക്കാൻ പോയില്ല. പറയുന്നവർ അവിടെ നിന്ന് പറഞ്ഞോട്ടെ. ഞാൻ ആദ്യമേയൊക്കെ എതിർത്തു, എന്തിനങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചു. പിന്നീട് ആലോചിച്ചു, എന്തിനാ നഷ്ടപ്പെട്ടു. അതെ, അതെ, എനിക്ക് ചേട്ടനും പോയി, എനിക്ക് ജോലിയില്ല. എനിക്ക് നിലവിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് മറ്റേ ഈവന്റ് മാനേജ്മെന്റ് വെഡിങ് കാർഡിൽ റിബൺ കെട്ടിക്കൊടുക്കൂലേ, ഡെലിവറി ഗേളും കൂടാണ്. അതെ, അത് ഡെയിലി ചെയ്യും. എനിക്ക് എന്തെങ്കിലും 10-100 കാർഡില്ലാതെ ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പം അതാണ് എന്റെ ജോലി. ഇപ്പം അത് 10-500 ഡെയിലി. മക്കൾക്ക് എന്നെ പ്രായമുണ്ട്. മോൻ 10th പഠിക്കുക, മോൾ 8th. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ എന്താ പറയാ, വീടിന്റെ ബാധ്യത അത് ഏകദേശം ഒരു 40-48 ലക്ഷം രൂപയോളം ഉണ്ട്. ഈ 48 ലക്ഷം രൂപ വീടിന്റെ ബാധ്യതയുണ്ട്, വേറെ കടങ്ങളുണ്ട് എന്നതൊക്കെ രൂണു പറയുമ്പോഴും ഈ മരണത്തിന് ശേഷം ഫെർട്ടിലിറ്റി സഹായിച്ചിട്ടില്ലേ? ഫ്രെറ്റേണിറ്റി സഹായിച്ചു. അതിന് ഞാൻ സഹായത്തിന് കാര്യം വരികയാണ്. സത്യം പറഞ്ഞാൽ അതിന് ഡിലേ വരുത്തിയിരുന്നു. ഈ കൂടെ നിൽക്കുന്നവര് എനിക്ക് പൈസ തരരുത്, വേണമെങ്കിൽ അത് മക്കൾക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അവിടെ റൂൾസിൽ അങ്ങനെയില്ല. മക്കൾക്കാണെങ്കിലും കൊടുത്താൽ മതി, അവരുടെ വിദ്യാഭ്യാസമാണല്ലോ നോക്കേണ്ടത്. മക്കൾക്ക് അവർക്ക് ഡെപ്പോസിറ്റ് ഇട്ടേക്ക്, അവർക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അവർക്ക് 18 വയസ്സ് വരെ യൂസ് ചെയ്യാൻ പാടില്ല ആ സമയത്ത്. അപ്പൊ അതിന് എനിക്ക് സഹായം ചെയ്തത് ജയൻ ചേട്ടനാണ്. പുള്ളിന്റെ റിലേറ്റീവ് ആണ് ഫാദറിന്റെ. ജയൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദിത്യൻ ജയൻ ചേട്ടൻ, പുള്ളിയാണ് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തുടക്കം. എനിക്ക് ജീജ സുരേന്ദ്രൻ ചേച്ചിയെ കോണ്ടാക്ട് ചെയ്ത് തന്നു. ചേച്ചി മുഖേന എനിക്ക് ഫ്രെറ്റേണിറ്റിയിൽ കിട്ടാനുള്ളത്, അതായത് ഒരാൾ മരിച്ച ശേഷം ആ കുടുംബത്തിന് കിട്ടാനുള്ള തുക വാങ്ങിത്തന്നത്. ഈ സീരിയൽ മേഖലയിൽ ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാനും പേഴ്സണലി കേട്ടിട്ടുണ്ട് ജീജ ചേച്ചി, അല്ലേ? തീർച്ചയായിട്ടും. എന്നും നന്ദി. എനിക്ക് ഒരു വർഷത്തോളം എനിക്ക് വാടക മറ്റൊരു വിദേശത്തുള്ള ഒരു സാറിന്റെ കയ്യിൽ എനിക്ക് വാടക റെഡിയാക്കി തന്നിരുന്നു ഒരു 10 മാസത്തോളം. പുള്ളിയുടെ പേര് KK എന്നാണ്. പുള്ളിയും ഇൻഡസ്ട്രിയിലുള്ളൊക്കെ തന്നെയാണ്. അങ്ങനെ ചേച്ചി ഹെൽപ്പ് ചെയ്തു തന്നു. ഫ്രെറ്റേണിറ്റിയിൽ അങ്ങനെയും എനിക്ക് ഹെൽപ്പ് ചെയ്തു. താങ്ക് യു ചേച്ചി. അപ്പൊ ആ പൈസ എവിടെ? ആ പൈസ ഞാൻ എത്ര രൂപ തന്നിരുന്നു? 2 ലക്ഷം രൂപ. അത് 1 ലക്ഷം രൂപ അത് ആദ്യമേ തന്നു. പിന്നെ ഒരു 1.5 വർഷം ശേഷമാണ് 1 ലക്ഷം രൂപ തന്നത്. ചേട്ടൻ മരിച്ചതിന് ശേഷം എനിക്ക് കിട്ടുന്ന തുക എന്ന് പറഞ്ഞാൽ, ചേട്ടൻ ഒരു സ്റ്റുഡിയോ പാർട്ട്ണർ ആയിരുന്നു. 4 പേര് ചേർന്ന ഈ സ്റ്റുഡിയോ ആണ്. അതിൽ 8 ലക്ഷം രൂപയാണ് ഫസ്റ്റ് കിട്ടിയത്. അത് ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് പോയിട്ട് ഇരുന്ന് ഗോൾഡ് മൊത്തം എടുത്തു. കാരണം എനിക്കൊരു ജോലി വരുന്നവരെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണം. വാടക പോകണം, വീടിന് EMI കട്ടാവണം, പേഴ്സണൽ ലോണ്, ചേട്ടൻ്റെ പേര് തന്നെ പേഴ്സണൽ ലോൺ എല്ലാം കട്ടായിക്കൊണ്ട് ഞാൻ ഗോൾഡ് എടുത്തു വെച്ചു. ബാക്കി വാടക കൊടുത്തു, പിള്ളേർ ഫീസ് കൊടുത്തു. അതിനുശേഷം ഞാൻ കാറ്ററിംഗ് തുടങ്ങാൻ വേണ്ടി ബാക്കി ഇരുന്ന് 5 ലക്ഷം രൂപ സ്വർണ്ണം പിന്നെയും ഞാൻ പണം എടുത്ത് കൊണ്ട് കാറ്ററിംഗ് തുടങ്ങി. 2 ലക്ഷം രൂപ പലിശക്ക് എടുത്തു. ആ പലിശക്കാർക്ക് കൊടുക്കുക. പലിശക്കാർ 1 വർഷത്തേക്കാണ് തന്നത്. അപ്പോൾ 8 ലക്ഷം രൂപ ഈ പാർട്ണർഷിപ്പിന്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടി. ഫെർട്ടിലിറ്റിയിൽ നിന്ന് 2 ലക്ഷം രൂപ അതിനുശേഷമാണ് കിട്ടിയത്. അതിനുശേഷം അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പലിശക്ക് എടുത്ത് 2 ലക്ഷം രൂപ എന്തുകൊണ്ട് അവിടെ തിരിച്ചടച്ചില്ല? ഈ ഫെർട്ടിലിറ്റിയിൽ നിന്ന് കിട്ടിയ അതാണ് ആ 2 ലക്ഷം രൂപ ഞാൻ ഫ്രെറ്റേണിറ്റിയിൽ നിന്ന് വെച്ച് അടച്ചത്. ഇന്നും ഞാൻ മെസ്സേജ് അയച്ചത് എനിക്ക് ആ പൈസ പെട്ടെന്ന് തരണം, പലിശക്കാർ വീട്ടിൽ വരുന്നുണ്ട്. അത് 2 ലക്ഷം രൂപ ഞാൻ പലിശക്ക് വെച്ചത് കൊടുത്തു. എനിക്ക് വേറെ എന്റെ മക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല.
അതിൽ നിന്ന് കാറ്ററിംഗ് നടത്തിയതിനകത്ത് ഈ 5 ലക്ഷം രൂപയും പിന്നെ എക്സ്ട്രാ ഈ നമുക്ക് ക്രെഡിറ്റിൽ കടയിൽ നിന്ന് തരുന്ന സാധനങ്ങൾ തരുന്നവർക്ക് അവിടെയും എനിക്ക് കടമായിട്ടുണ്ട്. ഈ മക്കൾ എന്തുവാ പറയുന്നത് അമ്മയോട് സംസാരിക്കുന്ന സമയത്തൊക്കെ? അച്ഛനെ പറ്റിയൊക്കെ പറയാറുണ്ടോ? ഒന്നും അങ്ങനെ പറയാറില്ല. അറിയാവുന്നവർക്ക് കുറച്ച് പേർക്ക് മാത്രം അറിയാം. കാരണം ഓരോരുത്തരും വന്ന് എന്നോട് ഇങ്ങോട്ട് പറയും, എന്നോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ ഒരു വഴക്കിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും തോന്നുന്നു നിങ്ങളുടെ പേഴ്സണൽ മാറ്റർ, നിങ്ങളുമായിട്ടുള്ള പ്രശ്നം എന്തിനു മൂന്നാമത് ഒരാളെ അതിൻ്റെ അകത്ത് കയറ്റുന്നു? ഇത് ഞാൻ ചേട്ടനോട് ചോദിച്ചതാണ്. അത് മോളെ എനിക്ക് തെറ്റ് ഇന്ന് പല കുടുംബങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് 2 പേർക്കിടയിലുള്ള പ്രശ്നം 2 പേര് തീർക്കണം. മൂന്നാമതൊരു വ്യക്തി, അത് പുരുഷനോ സ്ത്രീയോ ആയിക്കോട്ടെ, അവര് വരുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതെ, ഇതിനകത്ത് ഇതാദ്യമേ എനിക്ക് ആ സ്വഭാവമില്ല. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ ആ ഒരു ബിഗ് ബോസ് താരം പിണങ്ങിയ സമയത്ത് ഞാൻ ആ ഒരു പ്രാവശ്യം എനിക്ക് ദേഷ്യം വന്ന് ഞാൻ വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ കുറച്ച് സ്റ്റാറ്റസ് ഇട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇട്ട്, തെറി വിളിച്ചതല്ല. ഈ ദേഷ്യം വന്ന ഫേസ്ബുക്കിലൊക്കെ എഴുതുന്ന ഒരു വ്യക്തിയല്ലേ രോണു? പേഴ്സണൽ കാര്യങ്ങൾ പോയി ഫേസ്ബുക്കിൽ എഴുതത്തില്ലായിരുന്നു. വാട്സപ്പ് ആകുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. ഫേസ്ബുക്ക് പബ്ലിക് ആയിട്ടിരിക്കുകയല്ലേ. വാട്സപ്പ് ഇട്ട് ഇത് എനിക്കൊരു നെഗറ്റീവാണ്, അത് മുതലെടുത്തവരുണ്ട്. ആ 3-4-5 വർഷം മുമ്പ് നടന്നതാണ് ഇപ്പൊ ഈ വർഷത്തിൽ ചേട്ടൻ മരിച്ചപ്പം കഥയായിട്ടിരിക്കുന്നത്. രോണു അങ്ങനെ ഇട്ട് ഫേസ്ബുക്കിൽ ഞാൻ ഇടുന്നത്, എനിക്ക് ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ഒരു ഇതിട്ടു. പറയുമോ എന്താന്നുള്ളത്? ഞാൻ കാണിച്ചു തരുമ്പോ ഞാൻ എനിക്ക് ഇത്രയും ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ വായിച്ചേപ്പിക്കാം. ഞാൻ ഈ പോസ്റ്റ് ഇടുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് മെസ്സഞ്ചറിലെ കുറച്ച് ഫ്രണ്ട്സ് ഒന്ന് ചോദിക്കും, വീട് പണി എന്തായി, അവർ സഹായിക്കാന്ന് പറഞ്ഞില്ലേ? അത് ആരാന്ന് ഞാൻ പിന്നെ പറയാം. സഹായിക്കാന്ന് പറഞ്ഞാൽ വീട് വെച്ച് തരാന്ന് പറഞ്ഞതല്ലേ. ഈ പിന്നത്തേനും വെക്കണ്ട രോണു, പറഞ്ഞോ. ഇതിന് ഈ പിന്നത്തേനൊക്കെ വെക്കുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ നമ്മള് ചേട്ടൻ മരിക്കുന്നവരും നമ്മൾ അന്നം തന്നു കഴിച്ചോണ്ട്, ചേട്ടൻ നല്ല പണിയെടുത്ത് ആത്മാർത്ഥോടെ വർക്ക് ചെയ്ത കമ്പനിയാണ് രജപുത്ര. അപ്പൊ അവര് തന്ന ശമ്പളം കൊണ്ടാണ് നമ്മളെല്ലാം ജീവിച്ചത്, കഴിച്ചതും. ചേട്ടൻ മരിച്ചതിന് ശേഷം അവര് സാന്ത്വനത്തിന്റെ ലാസ്റ്റ് ഡേ പറഞ്ഞു, രഞ്ജിത്തേട്ടൻ തന്നെ പറഞ്ഞു, എനിക്ക് അന്ന് തന്നെ കോള് വന്നു, ആദ്യത്തെ വീട് പൂർത്തിയാക്കി കൊടുക്കണം, ആദ്യത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് പൂർത്തിയാക്കി കൊടുക്കണം, അതാണ് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് കേട്ടപ്പോൾ 2-3 പേര് അവിടെ നിന്ന് പറഞ്ഞു ലൊക്കേഷനിൽ നിന്ന്. പിന്നെ ചിപ്പി ചേച്ചി എന്ന് പറയുമ്പോ ചിപ്പി ചേച്ചി എടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, രോണു അങ്ങനൊന്നും സംഭവം ഇല്ല രോണു, നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ചിപ്പി ചേച്ചി ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷെ രോണു ഇത് പറയുമ്പോഴും കള്ളമാണ് രോണു. കാരണം ചിപ്പി ചേച്ചി സഹായിച്ചിട്ടില്ലേ? അതാണ്, ചിപ്പി ചേച്ചി സഹായിച്ചിട്ടില്ല എന്നല്ല. ചേട്ടൻ മരിച്ചതിന് ശേഷം ഞാൻ പിള്ളേർ ഫീസ് അടയ്ക്കാൻ കുറച്ച് ഒന്ന് വന്നപ്പോ ഞാൻ മറ്റേ പ്രൊഡക്ഷൻ കൺട്രോളർ സജീവ് പെരിങ്ങമല ചേട്ടനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തു. അത് എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു സഹോദരനെ പോലെയും നല്ലൊരു കൂട്ടുകാരനുമായിരുന്നു, എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്നതായിരുന്നു. അപ്പം എനിക്ക് പുള്ളി നല്ല സപ്പോർട്ടായിരുന്നു. രോണു ഇങ്ങനെ ഞങ്ങള് എന്തെങ്കിലും പറയാം, വീടിന്റെ കാര്യം സംസാരിച്ച് നോക്കാന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞ സജിയേട്ടാ എനിക്കിപ്പം അത്യാവശ്യം എനിക്ക് ഫീസ് കൊടുക്കണം, എനിക്ക് എന്തെങ്കിലും ഒരു വഴി ഒപ്പിച്ചതാ. അപ്പൊ പറഞ്ഞ ചിപ്പി ചേച്ചിയോട് പറയട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഞാൻ ഇപ്പം വിളിക്കാറില്ലല്ലോ ചേച്ചി, അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കണ്ട. ഇല്ല കുഴപ്പമില്ല രോണു, ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു. സജി പെരിങ്ങമല പോയി ചോദിച്ചു. അങ്ങനെ ചിപ്പി ചേച്ചി എന്നെ കോണ്ടാക്ട് ചെയ്തു. കഴിഞ്ഞ വർഷം ഒരു 2 ടേം ഫീസ് തന്നു, കുട്ടികളെ സഹായിക്കുവാനുള്ള പഠിപ്പിക്കുവാനുള്ള. അതെ, ഫീസ് തന്നു. അപ്പൊ സഹായിക്കപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു, പിള്ളേരുടെ പഠിത്തത്തിന്റെ കാര്യത്തിൽ ഒന്നും വിഷമിക്കണ്ട, അത് ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞു. ഈ പ്രാവശ്യവും ഞാൻ ചോദിച്ചു, ബട്ട് റിപ്ലൈ ഒന്നുമില്ല. എന്നാലും ചെയ്ത് നല്ലൊരു മനസ്സല്ലേ രോണു? അവിടെ നമ്മൾ എപ്പോഴും ഇപ്പൊ ഓക്കെ, രോണു പറയുന്നത് ഞാനിപ്പം രോണുവിന്റെ മക്കളെ പഠിപ്പിക്കാം എന്നൊരു വാക്ക് തന്നു കഴിഞ്ഞാൽ ഞാനത് പഠിപ്പിക്കുക തന്നെ വേണം. അതാണ് ചിപ്പി എന്ന് പറയുന്ന ചെയ്തത്. പിന്നീട് ഈ ഒരു പൈസ നിന്നപ്പം, അല്ലെങ്കിൽ പൈസ വരുന്ന വരവ് നിന്നപ്പം രോണു ചോദിച്ചില്ല, ഒരിക്കലും അവര് മനസ്സറിഞ്ഞ് ചെയ്യേണ്ടതായിരുന്നോ? അതെ, പഠിക്കുന്ന കാര്യങ്ങൾ രോണു എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഓക്കെ, അങ്ങനെ സ്നേഹത്തോടെ സംസാരിച്ച വ്യക്തി പിന്നീട് എന്തുകൊണ്ട് പൈസ തരാതിരുന്നു? അതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും കളിച്ചോ? കാരണം ചിപ്പിയെ പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റുമോ? കാരണം ഞാൻ കുറ്റം പറയത്തില്ല. അതാ ഞാൻ ചോദിച്ചത്. ചിപ്പി ചേച്ചി എനിക്ക് അങ്ങനെ ഒരു പിണക്കവും ഇല്ല. ചേച്ചിക്ക് ഇനി എന്നോട് എന്തെങ്കിലും പിണക്കം ഉണ്ടോന്ന് എന്റെ അടുത്ത് എനിക്ക് അറിയില്ല, എന്നോട് ഒന്നും ചോദിച്ചിട്ടുമില്ല. എന്തായാലും ഞാനും ചേട്ടൻ തമ്മിലുള്ള പ്രശ്നം ഏറ്റവും കൂടുതൽ ഈ നേരത്തെ പറഞ്ഞ ലേഡിയുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ടതും ഇവര് തന്നെയാണ്. ഇടപെട്ടെന്ന് പറഞ്ഞാൽ ചേട്ടനുമായിട്ട് ഇടപെട്ടത്, ഞാനുമായിട്ട് ഡീലിങ്സ് ഒന്നുമില്ല. എന്നോട് വന്ന് ചോദിച്ചിട്ടുമില്ല രോണു എന്താ സംഭവം എന്നുള്ളത്. പക്ഷെ അവർക്കൊക്കെ അറിയുകയും ചെയ്യായിരുന്നു. അന്ന് രോണു പുറത്താ, അവരെല്ലാം ഒന്നായി. പിന്നീട് വരുന്നത് തൊട്ടതിന് പിടിച്ചതിനെല്ലാം രോണു ആണ് കുഴപ്പം, രോണുവാണ് പ്രശ്നക്കാരി. ഇവക്ക് ഭ്രാന്താന്ന് പറഞ്ഞ ആളുകളുണ്ടോ?
എന്നെ ഭ്രാന്താശുപത്രി കൊണ്ടുപോയി. കൊണ്ടുപോയി ഡോക്ടറിന് പൈസ കൊടുത്ത് എനിക്ക് ഭ്രാന്താണെന്ന് മീൻസ് എന്താ പേഴ്സണാലിറ്റി, എനിക്ക് എക്സ്ട്രാ ദേഷ്യം കൂടുതലുണ്ട്, എനിക്ക് അറിയത്തില്ല. ഞാൻ വിചാരിച്ചു ഇനി അതായിരിക്കും അവർക്ക് തൃപ്തി, ഇനി അതെന്റെ തലയിൽ ഇരുന്നോട്ടെ. അങ്ങനെ ചെയ്തു. മരിച്ച 3-ാം ദിവസമായപ്പം ചേട്ടന്റെ സഹോദരൻ ചേട്ടൻ ഇത് കഴിക്ക് എന്ന് പറഞ്ഞ ഗുളിക വരെ മേടിച്ചോണ്ട് വന്നു. കഴിച്ചാൽ ഇന്ന് എന്റെ വീട്ടിലെ പൊതിയിരിപ്പുണ്ട്. ഇതൊക്കെ പറഞ്ഞ അത്രയും ക്രൂരത ചെയ്യാൻ ഡോണു എന്തോ ജീവിതത്തിൽ ചെയ്തത്? ഒളിച്ചോടിയതാണോ അല്ലെ സ്നേഹിച്ചതാണോ? എന്താണ്? ഡോണു തന്നെ ഇന്റർവ്യൂ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാനും അത്ര നല്ലൊരാളല്ല, എന്റെ ഭാഗത്തും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പൊറുക്കാൻ ക്ഷമിക്കാനും പറ്റുന്ന തെറ്റുകളേ ഉള്ളൂ, അതിനപ്പുറത്തോട്ടൊന്നും ഇല്ല. അങ്ങനെ പ്രശ്നം വരുന്ന സമയത്ത് എത്രയോ പ്രശ്നം വരുമ്പോ ഓരോ പെണ്ണുങ്ങൾ ചെയ്യുന്നതൊക്കെ എനിക്കും കുറെ വൈറലാക്കാം. ഒന്നുമില്ല, സെലിബ്രിറ്റിയുടെ ഭാര്യയല്ലേ, ഞാൻ ആ മനുഷ്യനെ നാണം കെടുത്തിയിട്ടില്ല. അന്നൊരു ദിവസം സമയത്ത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടു എന്നുള്ളത് ശരിയാ, അത് വെച്ച് എന്നെ അളക്കരുത്. വാട്സപ്പിലല്ലേ ഇട്ടത്? വാട്സപ്പിലാണ് ഇട്ടത്. വാട്സപ്പിൽ ഇട്ടപ്പം എന്തിനാ ഈ സംഭവങ്ങളൊക്കെ ജയൻ ചേട്ടൻ അറിയാം. ജയൻ ചേട്ടൻ ഈ സംഭവത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ആദിത്യൻ ജയൻ ചേട്ടൻ കോംപ്രമൈസ് ചെയ്യുന്നത്. ജയൻ ചേട്ടൻ നല്ല, എനിക്ക് ഇപ്പോഴും ജയൻ ചേട്ടൻ തന്നെയാണ് ഒരു ആവശ്യം വന്ന് വിളിക്കാനുള്ള ഉള്ളത്. ചേട്ടന്റെ നല്ലതിനായാലും ചീത്തയ്ക്കായാലും സഹായത്തിനായാലും എല്ലാം ജയൻ ചേട്ടൻ എന്റെ ബ്രദറാണ്. എന്റെ ബ്രദർ ആവുന്നതിന് മുമ്പ് അവരെ പരിചയം എന്ന് പറഞ്ഞാൽ ചേട്ടൻ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ ആയപ്പം ആ ചേട്ടനകത്ത് നായകനായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 17 ചേട്ടനെയൊക്കെ 19 വയസ്സ് അവരത്രയും കൂട്ടായിട്ട് വന്ന് ഈ രഞ്ജിത്തേട്ടനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പം അവസാനം ഈ ഫീൽഡിലുള്ളവർ തന്നെ ജയൻ ചേട്ടനെയും എന്റെ ചേട്ടനെയും തെറ്റിപ്പിരിഞ്ഞു. തെറ്റിപ്പിച്ചു. ഈ കൂട്ടിട്ട് തന്നെ തെറ്റിപ്പിച്ചു. അതിന്റെ പകുതി കാര്യങ്ങളല്ല, ഒരു 95% കാര്യങ്ങളും ജയൻ ചേട്ടൻ അറിയാം. ഈ സൗഹൃദങ്ങൾ കൂടിപ്പോയാലും പ്രശ്നമാണ് രോണു. സൗഹൃദങ്ങൾ കൂടിപ്പോയാൽ പ്രശ്നമാണെന്ന് അറിയില്ല, നിൽക്കേണ്ട അടുത്ത് നിന്നാ കുഴപ്പമില്ല. ആദിത്യനും ഡോണും മക്കളുമായിട്ടുള്ള നിങ്ങളുടെ ഒരു കുടുംബത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ചില വ്യക്തികൾ കയറി വന്നപ്പോഴല്ലേ പ്രശ്നങ്ങളായത്? തീർച്ചയായിട്ടും. ആ വ്യക്തിയെ പേഴ്സണലി വിളിച്ചിട്ടുണ്ടോ? ദൈവം ഇതെന്റെ കുടുംബം ഇല്ലാതാക്കല്ലേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോ രോണു? അപ്പൊ എന്താണ് തന്ന മറുപടി? എന്താണ്? അവർക്ക് എന്ത് നഷ്ടപ്പെടാനാ കുടുംബത്തില്? അവർക്ക് അവളുടെ ആവശ്യമല്ലേ വലുത്. മറ്റൊരു പെണ്ണിന്റെ ലൈഫ് പോണതോ എന്തോ അതിൻ്റെ അകത്ത് അവളെ കുറ്റം പറയാൻ പറ്റില്ല. സൗഹൃദം ഉണ്ടാക്കുമ്പോ ഒരിക്കലും എന്റെ ഭർത്താവ് മോശമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കുറച്ച് സൗഹൃദം കൂടി പോവും. സാമ്പത്തിക സഹായം, ഇന്നും ഒരു പേരുണ്ട്, ഇപ്പൊ തൽക്കാലം ഞാനത് വേണ്ട. സാമ്പത്തികം തന്നെ കൊണ്ടുപോയത്. ഞാൻ അത് അറിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഒന്നുമില്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ പൈസ കൊണ്ടുപോയതല്ലേ, ചോദിക്കാൻ ബാധ്യതയാണ്, കൊണ്ടുപോയതാണ്. എനിക്ക് ഫീസിന്റെ കാര്യമൊക്കെ ഞാൻ ആരത്തും പോയിട്ട് എനിക്ക് വീട് വെച്ച് തന്നോ അത് ചോദിച്ചതാന്നോ ഒന്നുമല്ല ഞാൻ ചോദിച്ചത്. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കണം. ഈ കൊണ്ടുപോയ പൈസ എന്ന് പറയുമ്പോൾ 1000-നും 2000-നും കണക്കാണോ, ലക്ഷങ്ങളാണോ? അതോ 1000 തുടങ്ങി ലക്ഷങ്ങളിൽ എത്തിയോ? ഇടയ്ക്ക് ചേട്ടൻ അങ്ങ് ഡൗൺ ആയി. അപ്പോഴും എന്റെ അടുത്ത് വീടിന്റെ കാര്യത്തിലുള്ള പണിയുടെയാണ്. അപ്പൊ ഞാൻ എപ്പോഴും തമാശ ചേട്ടൻ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. കാരണം രോണു ചിന്തിക്കുമ്പോൾ ഒരു എമൗണ്ട് വരുന്നുണ്ട് സീരിയലിൽ നിന്ന്, പക്ഷെ ഇത് കയ്യിലില്ല, പകുതി ഇല്ല. അപ്പൊ വീടിന്റെ കാര്യം തുടങ്ങിയപ്പോ ഞാൻ വീട്ടിലെ ശരിയായിരിക്കും, എനിക്ക് ഞാൻ കണക്കൊക്കെ നോക്കൂല. കടയിൽ പോലും ചിലപ്പോൾ 100 രൂപ വെച്ച് ബാക്കി ചില്ലറ കൊടുക്കുമ്പോൾ ഞാൻ കാൽക്കുലേറ്റർ എടുത്തിട്ട് നോക്കും. എനിക്ക് അത്ര അറിയൂ പൈസ. അപ്പൊ ഇത് ഞാൻ ചോദിക്കും, ചേട്ടൻ കൃത്യം കണക്ക് തരികയും ചെയ്യും, പക്ഷെ അതല്ലാന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. വാങ്ങിച്ചവരും കൊടുത്തവരൊക്കെ എനിക്കറിയാം. ഇന്നിപ്പം കണക്കുകൾ നോക്കുമ്പോൾ, നോക്കിയിട്ടുണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല, ഇന്ന് എത്ര രൂപയോളം രോണുവിന് കിട്ടാനുണ്ട്? അങ്ങനെ ഞാൻ കണക്ക് അത്ര കൂട്ടി വെച്ചിട്ടില്ല. അതാണ്, കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി, എനിക്കറിയാം. കൊടുത്ത പൈസ ഒരു 5 ലക്ഷം രൂപയോളം കാണുമോ, അതോ അത് ഏറെയാണോ? അത്രയുണ്ട്. അവരൊക്കെ വിലസി നടക്കുകയല്ലേ. ഇതെല്ലാം കണ്ടുപിടിച്ചത് മരണശേഷമാണ്. ഈ രോണുവിന്റെ കുടുംബം ഇല്ലാതാക്കിയ വ്യക്തികൾ അല്ലെ ആളുകൾ ഇന്നും ഈ സീരിയൽ മേഖലകളിലുണ്ടോ? എല്ലാവരും ഉണ്ട്. എന്ത് കുഴപ്പം? എല്ലാവരും ഉണ്ട്. അങ്ങനെ ഇല്ലാതാക്കിയ വേറെ ആരെങ്കിലും ഇല്ല. വേറൊരു കുടുംബം
അത് കണക്കൊരു വേറൊരു ലേഡി തന്നെ അവരുടെ കുടുംബം പഠിച്ചു പിരിഞ്ഞ് നിൽക്കുക. ദൈവം എന്നൊരു സാധനം ഉണ്ടല്ലോ. വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഉം. ഞാൻ ആദ്യമൊക്കെ ദൈവത്തിനെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയും, ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ ഒന്ന്. എന്റെ പൊന്നെ, എന്റെ ജീവിതം മാത്രം എന്നെ ഇങ്ങനെ ആ ആക്കിയത്. പിന്നെ ആലോചിച്ചു, ദൈവം ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ, എനിക്കിങ്ങനെ വിഷമിക്കേണ്ടി വരും. അതെ, ഒരു വിധി. ഒരു വിധി, ആ. നാളെ ശരിയാവും. ചിലപ്പോ ഇതൊക്കെ കഴിയുമ്പോ തന്നെ എന്തുകൊണ്ടല്ല ശരിയാവും. എങ്ങനെ വരുന്നത് സ്വീകരിക്കുക. ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് എന്ത് വരുന്നോ ഞാനത് സ്വീകരിക്കും. കാരണം എനിക്ക് നമ്മള് മര്യാദക്ക് ജീവിച്ചായിരുന്നപ്പം എന്തെല്ലാം കേൾക്കുന്നു. ഈ മൂന്നാമതൊരാൾ ഇല്ലായിരുന്നെങ്കിൽ, ഉം. ഈ പറഞ്ഞ വ്യക്തികൾ നിങ്ങളുടെ കുടുംബത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഉം. ഇന്നും സന്തോഷകരമായ ഒരു ജീവിതമായി പോകുമായിരുന്നോ? മേ ബി അങ്ങനെ സംഭവങ്ങളൊക്കെ വരുമായിരിക്കാം. ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു വ്യക്തി വന്നില്ലായിരുന്നെങ്കിൽ അങ്ങനെയല്ല വരണമായിരുന്നായിരിക്കാം. ഒരു നിയോഗമായിരിക്കാം. അവിടെ ഭാര്യ എന്ന രോണുവിന് ഇന്ന് സംസാരിക്കാമായിരുന്നു കേട്ടോ. ഞാൻ പൂർണ്ണമായിട്ട് ആയത്തിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഒരിക്കലും ഇല്ല. ഞാൻ ഭാര്യയായ പറഞ്ഞില്ല. രോണുവിന് ഇന്ന് സംസാരിക്കാം. ഞാൻ സംസാരിച്ചു. ഇത് നമ്മുടെ കുടുംബമാണ്, നമ്മുടെ കാര്യങ്ങളാണ്, നമുക്ക് സംസാരിച്ച് തീർക്കാം. അതിനുശേഷം ഞാൻ സംസാരിച്ചതിന് ശേഷം പിന്നീട് കോണ്ടാക്ട് ചെയ്തു. പിന്നീട് കോണ്ടാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അത് എനിക്ക് പറയാം. ഒരു വേറെ ഡയറക്ടർ ഉണ്ട്, ഒരു ശ്രീജിത്ത് പല്ലേരി. ഉം. അപ്പൊ പുള്ളി ഒരു സീരിയൽ നടിയോട് ഒരു ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. ഉം. അത് കോംപ്രമൈസ് ചെയ്യാൻ ആ നടി ഈ പറഞ്ഞ മറ്റേ വ്യക്തിയാണ് വിളിച്ചത്. ആ ഹെൽപ്പിന് അവളെ വിളിച്ചത് എൻ്റെ ചേട്ടനെ. എനിക്കത് പിടിച്ചില്ല, അങ്ങനെ പോയി. ഇത് സിനിമയ്ക്കുള്ളൊരു കഥയുണ്ടല്ലോ രോണു. ഇത് ചേട്ടന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചില്ലേ, അതില് അജിൻ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിന് ചിലങ്കയുടെ ഇന്റർവ്യൂ എടുത്തില്ലേ, ചിലങ്കയൊക്കെ ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞു. ഉം. ഡയറക്ടറിന്റെ പേര് വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു എന്നാണ് പറഞ്ഞിട്ടില്ല. ഉം. സത്യത്തിൽ അത് സംഭവം ഉള്ളതാണ്. ആ കുട്ടി ഒരു ഈ ചിലങ്ക പറഞ്ഞ കാര്യം ഉള്ളതാണെന്ന് രോണുവിന് എങ്ങനെ അറിയാം? ആ ദിവസം അന്ന് പാക്കപ്പ് ദിവസമായിരുന്നു. ആ കുട്ടി അന്ന് സീരിയൽ നിർത്തിപ്പോകുന്ന ദിവസമായിരുന്നു. ഉം. അന്നേ ദിവസം രാത്രി ഈ TS അജി എന്ന് പറഞ്ഞ സംവിധായകൻ എൻ്റെ ചേട്ടനെ വിളിച്ചു. ചേട്ടൻ അന്ന് ഈ ഫ്രട്ടേണിറ്റിയിലെ ഒരു ഭാരവാഹിയാണ് ആയിരുന്നു. അപ്പൊ അവര് ഹെൽപ്പിന് വേണ്ടി വിളിക്കുന്ന ചേട്ടനായിരുന്നു. ഇത് ഞാൻ അവിടെ കേൾക്കുകയാണ്. അപ്പോൾ ഉള്ള കാര്യങ്ങൾ മുതൽ ചേട്ടൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ, ഞാൻ പറഞ്ഞു ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട ചേട്ടൻ നാറും. കാരണം ഒരു പെണ്ണെ തല്ലിയെങ്കിൽ, ഒരു ഡയറക്ടറെ തല്ലി, ഒരു ആർട്ടിസ്റ്റ് തല്ലിയെങ്കിൽ അതിന് തക്കതായ റീസൺ കാണും. അപ്പൊ ചേട്ടൻ ഇല്ലടി, അയാൾ അങ്ങനെ ഒരു മനുഷ്യനല്ല. കാരണം ആ രീതിയിലാണ് അവരുടെ ആ ഒരു സൗഹൃദം. അത്രമേൽ ബന്ധമായിരുന്നു. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ഈ പിണക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാമല്ലോ. നിയമമായിട്ട് ഇത് വിഷയമാവും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് ഒതുക്കി തീർത്തു. എന്നിട്ട് ആ പെങ്കൊച്ചിന് എന്ത് ആ പെങ്കൊച്ചിന് പഴി. അങ്ങനെ സംഭവിച്ചു. അന്നത്തെ ദിവസം ഷൂട്ടിംഗ് അഭിനയം നിർത്തി പോകുന്ന ദിവസമാണ് ഈ മനുഷ്യനെ എന്തോ മോശക്ക് ഭാഷയോ പറഞ്ഞു. അതിനാണ് അടി കൊടുത്തത്. ഒരു തെറ്റുമില്ല. അങ്ങനെ അടിക്കാൻ പറ്റുമോ? പറ്റണമല്ലോ. ഇപ്പം നമ്മൾ ഒരു സ്ത്രീയല്ലേ, മോശം കണ്ട പ്രതികരിക്കണം. അതിനിപ്പം ഫീൽഡ് നോക്കിയിട്ടൊന്നും കാര്യമില്ല. നമ്മളെ ചാൻസ് പോകുമെന്ന് വെച്ചിട്ടോ ഡയറക്ടറിനെ തല്ലിയ നമുക്ക് ഇവിടുന്ന് വരുമാനം മുട്ടുമെന്ന് വെച്ചിട്ട് കാര്യമില്ല. കൊടുക്കേണ്ടത് കൊടുക്കണം. ചിലങ്കയോട് ഇന്ന് രോണു തീർച്ചയായിട്ടും ഈ പറഞ്ഞതെല്ലാം രോണു സത്യമാണെന്ന് മനസ്സിലാണയിട്ട് പറയുമോ? തീർച്ചയായിട്ടും ഇവിടെയും പറയും. എനിക്കൊരു മടിയുമില്ല. ഒരു മടിയില്ല. കൂടെ നിന്ന് ചതിച്ച് നിങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കിയ ആളുകൾ ഇന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താണ് ക്യാമറയ്ക്ക് നോക്കി പറയാനുള്ളത്? നിങ്ങൾ ഇങ്ങനെ തന്നെ പോണം. ഇനിയും ഒരുപാട് കുടുംബങ്ങളുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. സന്തോഷമായിട്ട് ജീവിക്കണം.